കണ്ണൂർ വരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള മാറ്റം വരുന്നുണ്ട്. അങ്ങനെ മാറിയിട്ട് ക്ഷേത്രങ്ങളായി കഴിഞ്ഞ കാവിന്റെ എല്ലാ അവശേഷിപ്പും പോയ സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ ആകെ കൂടിയിട്ട് ഒരൊറ്റ ഒരു കാവാണ് ആകെ ഒരു 3 ഏക്കറുള്ളത്. അത് എസ്.എൻ. പുരം എന്ന് പറയുന്ന നമ്മുടെ ശ്രീനാരായണപുരം കൊടുങ്ങല്ലൂരിന്റെ അടുത്തുള്ള സ്ഥലത്തൊരു കാവാണ് ഒരു കാവ്. പിന്നെ ഒന്ന് കലശമലയാണ്. അതൊരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുറമ്പോക്കുള്ള സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും ചതുപ്പ് കാവുകൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അപൂർവമായ ചില ചെടികളൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ 2 കാവാണ് കാവ് എന്ന് പറയാവുന്നത്. പിന്നെ പാമ്പമേക്കാട് നമ്പൂരിന്റെ അടുത്തൊരു കാവുണ്ട്. പക്ഷെ അത് പിന്നെ ഈ വാർഡൻ ഓഫ് ദ ടോംബ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ നമ്മൾ ഇവിടുന്നൊക്കെ ആവാഹിച്ച് കൊണ്ടുപോകുന്ന കുറെ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെയുള്ള സർപ്പക്കാവുകളൊക്കെ നിങ്ങൾക്കൊരു പിന്നെ ഉദുമ ടൗണിനടക്ക് ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്, അല്ല 10 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കാവുണ്ട്. പിന്നെ ഇപ്പൊ അവിടെ പിന്നെ 5 ലക്ഷം 10 ലക്ഷമാണ് സെന്റിന്റെ വില. ആകെ ചെയ്യാവുന്ന എന്താണ് 10 സെന്റിന് നിങ്ങൾക്ക് മുറിച്ച് നീക്കിയിട്ട് അതിൽ 1 സെന്റോ 1/2 സെന്റോ ഒരു ചിത്രം കൂടെ കട്ടാക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് കൊടുക്കാം. ലാഭമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? അതിന് വിശ്വാസമായതുകൊണ്ട് തന്നെ വിശ്വാസപരമായ മാർഗം തരണം. അപ്പൊ അതിന് പാമ്പേക്കാട്ട് നമ്പൂരിനെ വിളിച്ച് ആവാഹിച്ചിട്ട് പാമ്പിനെ അദ്ദേഹം കൊണ്ടുപോയിട്ട് പിന്നെ പാമ്പിലുണ്ട്. പാമ്പ് നമ്മുടെ മനസ്സിനകത്താണ് ഈ പാമ്പ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോ ഇത് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കാവിന് ഇങ്ങനെയാണ് പാവിനെ അവർ ആവാഹിച്ച് കൊണ്ടുപോയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മനസ്സിലെ വിശ്വാസം എങ്ങനെയാണ്. അങ്ങനെ ആവാഹിച്ച് കൊണ്ടുവന്ന സർപ്പവിഗ്രഹങ്ങളൊക്കെ വെക്കുന്ന അവരുടെ കാവുണ്ട്. അതാണ് മറ്റൊരു കാവ്. പക്ഷെ അവിടെ കാടൊന്നുമില്ല. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തൃശ്ശൂരിലെ കാവിന്റെ പ്രശ്നം. പക്ഷേ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ ചുരുങ്ങിയത് ഒരു 300 കാവുകളെങ്കിലും 3 ഏക്കർ കൂടുതലുള്ളത്, 3-4 ഏക്കറിൽ കൂടുതലുള്ളതാണ്. അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ കാവായിട്ടുള്ള കമ്മാടൻ കാവ് 54 ഏക്കറോളം വിസ്തീർണ്ണമുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അസസ്റ്റ് ഈ പിന്നെ സ്ഥലത്തിന്റെ റവന്യൂ സംബന്ധമായിട്ടും കൂടി കാവ് ആളുകൾക്ക് പിന്നെ താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഈ കാവുകളുടെ അതോറിറ്റി പലപ്പോഴും തറവാട് കാവുകളായിരിക്കും. ഇവിടെ അരമങ്ങാനം കാവൊക്കെ ആണല്ലോ ഇവിടുത്തെ പലതും തറവാട്ട് കാവായിരിക്കും. ചിലത് സാമുദായിക സംഘങ്ങളുടെ കാവുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ അവരെ കഴകത്തിന്റെ ഒക്കെ തരത്തിലുള്ള ചില കാവുകളുണ്ടാവും, സമുദായ സംഘത്തിന്റെ കാവുകളുണ്ടാവും. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മാടൻ കാവ് എന്ന് പറയുന്ന കാവ് 54 ഏക്കർ കുറേ കയ്യേറ്റം നടന്നിട്ടുണ്ട്. കയ്യേറ്റം എന്ന് പറയുന്ന ഒരു 10-20 വർഷം മുമ്പേ കയ്യേറ്റം എങ്ങനെ വെച്ചാൽ ഒരു എസ്റ്റേറ്റുകാരല്ല, വള്ളപ്പള്ളി എസ്റ്റേറ്റുകാർ അതിനെ കയ്യേറിയത്. ഇത് സമാനമായ കയ്യേറ്റങ്ങൾ നിങ്ങളുടെ പല കാവുകളിലും നടന്നിട്ടുണ്ടാവും, പലതരത്തിലും. നമുക്കറിയാം, സ്ഥലം കാണുമ്പോൾ ആളുകൾ ദൈവത്തിന് അല്ല ദൈവഭയമാണല്ലോ ഇതിനെ. ദൈവഭയം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കയ്യേറും. പിന്നെ ദൈവത്തിന് വലിയ വിരോധമൊന്നും ഉണ്ടാവില്ല. ദൈവം അതുകൊണ്ട് തന്നെ പല കാവുകളിലും കയ്യേറ്റം നടന്നിട്ടുണ്ട്. വലിയ ഭക്തന്മാരൊക്കെയും കയ്യേറിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കമ്മാട കാവിൽ കയ്യേറി എങ്ങനെയാ വെച്ചാൽ ഓരോ കൊല്ലവും അവിടെ ഈ തെങ്ങിൻ തോപ്പാണ്. അപ്പൊ ഈ തെങ്ങിൻ തോപ്പില് പിന്നെ ചകിരി എടുത്തിട്ട് ഈ കാവിലേക്ക് ഇടും. ചകിരി ചീഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മറ്റൊന്നും വളരില്ലല്ലോ, ടാനിൽ കലർന്നിട്ട് കുറെ കാലം വെച്ചപ്പോൾ ആ ചകിരി കൊണ്ട് അവിടെ ചെടികൾ അടിക്കാടൊക്കെ പോകുമ്പോൾ അവിടെ സീമക്കൊന്നുകൊണ്ട് വേലി ഇടും. ആ സീമക്കൊന്ന് വലിച്ചിട്ട് കമ്പിയിൽ കുറച്ചും കൂടി 2 മീറ്റർ അപ്പുറത്തേക്ക് ഇടും. അങ്ങനെ ഈ വാർഷിക വലയങ്ങളൊക്കെ മരത്തിലുണ്ടാവുന്നത് പോലെ ഓരോ കൊല്ലവും ഇങ്ങനെ ഓരോ വരി സീമക്കൊന്ന് നട്ടുകയാണ്. അങ്ങനെ അവിടെ ഒരു 10-15 ഏക്കർ പലപ്പോഴുമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 54 ഏക്കറാണ് അവരുടെ കണക്കിലുള്ളത്. പക്ഷെ അത് അസസ്റ്റ് വേസ്റ്റ് ലാൻഡാണ്, നികുതി കണക്കാക്കിയ പാഴ്ഭൂമി എന്നാണ് ഈ ഇത് പറയുന്നത്. ഈ അടുത്ത കാലത്ത് അത് പിന്നെ ഈ കമ്മാടൻ കാവ് പോയവർക്കറിയാം, കമ്മാടൻ കാവിൽ നിന്നും ഈ കമ്മാടത്ത് ഭഗവതിയും ദണ്ഡങ്ങാനത്ത് ഭഗവതിയൊക്കെയാണ് അവിടെ. എനിക്ക് തോന്നുന്നു ഈ പാള കൊണ്ട് മുടിയുണ്ടാക്കുന്ന വലിയ മുടി തെയ്യം മറ്റൊന്നുമില്ല. നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ കവുങ്ങിന്റെ പാള കൊണ്ട് തന്നെയാണ് മുടി. ഒരു 40-41 പാളകൾ വെച്ചിട്ട് ഗംഭീരമായ പറ്റുമെങ്കിൽ പോയി കാണേണ്ട ഒരു തെയ്യാണ്. കാരണം എനിക്കൊരു കാസർഗോഡ് ജില്ലയിലെ തെയ്യങ്ങളിൽ ഏറ്റവും ശോഭയുള്ള അത് എനിക്കൊന്ന് ആ തെയ്യം പടയണിക്ക് ഉപയോഗിക്കുന്ന പാളകൾ അതുപോലെ തെയ്യം എനിക്കൊന്ന് ഈ കാഞ്ഞങ്ങാടിനടുത്ത് ഈ കമ്മാടത്ത് ഭഗവതി എവിടെയോ ഇതിന്റെ സ്ഥലത്തുണ്ട്, ദണ്ഡങ്ങാനത്ത് ഭഗവതി. അപ്പൊ ഈ ഒരു തെയ്യത്തിന്റെ ആരൂഢത്തു നിന്നും ഒരു 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാവ്. അപ്പൊ കാവ് ഇപ്പോഴും സർക്കാരിന്റെ റവന്യൂ ലാൻഡാണത്. ഈ അടുത്ത കാലത്ത് അത് വനം വകുപ്പിന് പകരം വനവൽക്കരിക്കേണ്ട ആവശ്യമില്ല, അവിടെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ 20 ഏക്കറോളം ഇപ്പം വനം വകുപ്പിൻ്റെതാണ്. അപ്പൊ അത് നല്ലതും ചീത്തയുമാണ്. എന്താണെന്ന് വെച്ചാൽ വനം വകുപ്പിന്റെ ആകുമ്പോൾ അവിടെ ഒരു കാവൽ ഏർപ്പെടുത്തിയാൽ കുഴപ്പമില്ല, അങ്ങനെ ഒരു ഇത്. പക്ഷേ പിന്നെ ഇപ്പം എന്താ വെച്ചാൽ 20 ഏക്കർ വനം വകുപ്പിന് 10 ഏക്കർ അസിസ്റ്റ് റവന്യൂ ലാൻഡുമാണ്. അങ്ങനെ റവന്യൂ അല്ലെങ്കിൽ ഈ ഭൂമി സംബന്ധമായ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഏറ്റവും വലിയ കാവ്, ഏറ്റവും പിന്നെ ജൈവ വൈവിധ്യ സമ്പുഷ്ടമായിട്ടുള്ളൊരു കാവാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഒരു മരം കൊണ്ട് കാവാവില്ല, പക്ഷെ ഒറ്റ മരം പോലും കാവാവാം. നമ്മുടെ കാഞ്ഞിരം ഉണ്ടല്ലോ, നമ്മുടെ കാലിച്ചാൻ കാഞ്ഞിരം, ഒരു പുളിയന്റെ ചെമ്പകവും കാഞ്ഞിരമൊക്കെ ഉണ്ട്. ചില പുളിയൻ കാഞ്ഞിരങ്ങളൊക്കെ ഉണ്ട് ഈ മുള്ളേരിയ ഭാഗത്തൊക്കെ.
ആ ഒരു മരത്തിന്റെ മുകളിൽ തന്നെ എത്രയോ വൈവിധ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒറ്റമരവും കാവുണ്ടാവും. അപ്പോൾ ഒരു കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മരം മാത്രമല്ല, അതിൽ ആ മരവും അതിലെ ജീവജാലങ്ങളും അതിന്റെ പാരസ്പര്യവും എല്ലാം ചേർന്നതിനാണ് നമ്മൾ പൊതുവെ കാവ് എന്ന് പറയുന്നത്. അതിലെ വള്ളികളും മരങ്ങളും ഒക്കെ ചേർന്നതാണ്. അതാണ് തനി മരമായി മുഗ്ധയെ ഹന്ത കാവാവുകില്ല എന്ന് പണ്ട് പഴയ ഉണ്ണിയേച്ചി ചരിത്രത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ ഒറ്റ മരം കാവല്ല എന്ന ചൊല്ല് നമ്മുടെ വള്ളുവനാടൻ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ഇതാണ് ഒരു കാവെന്ന് പറയുന്നത്. ഒരു മരം മാത്രമല്ല, ആ വനത്തിന്റെ പ്രകൃതിയുടെ ആത്മാവും കൂടി ചേർന്നതാണ് ഒരു കാവ് എന്ന് പറയുന്നത്. വൺ ട്രീ, ഒരൊറ്റ കാവ്, ഒരു മരം ഒരിക്കലും കാവാവുന്നില്ല. അതിന്റെ കൂടെയുള്ള ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ പാരസ്പര്യം കൂടിയിട്ടാണ് ഈ ഒരു കാവ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളൊക്കെ 8-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് നാട്ടിൽ വരുന്നത്. നമ്മളിപ്പം പലപ്പോഴും പറയാറുണ്ടല്ലോ, 1000കണക്കിന് 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രങ്ങൾക്കും അന്ന് ബുദ്ധമത ആയിട്ട് ബന്ധപ്പെട്ട ചില നിർമ്മിതികളൊക്കെ കേരളത്തിൽ വളരെ അപൂർവം ഉണ്ടെങ്കിലും ശ്രീമൂലവാസം എന്നൊക്കെ പറഞ്ഞ കേന്ദ്രത്തേക്ക് പറയുന്നത് അതൊക്കെ കടലെടുത്തു എന്നാണ് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ക്ഷേത്രങ്ങൾക്കൊന്നും 2000 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ സംഘകാല കൾച്ചറിന്റെ സമയമാണ്. അന്നത്തെ ബാക്കിയുള്ള ആകെ അവശേഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശവമടക്കിയ വീട്ടിലെ ഗുഹകളുണ്ടല്ലോ, റോക്കറ്റ് കേവ്സും പിന്നെ തൊപ്പിക്കല്ലും നമ്മുടെ ഈ പനയാർ ഭാഗത്തും കൊളത്തൂർ ഭാഗത്തൊക്കെ ചില തൊപ്പിക്കല്ലുകളൊക്കെ ഉണ്ട്. അതാണ് അന്നത്തെ നിർമ്മിതിയുടെ ബാക്കി 2000 കൊല്ലം മുമ്പേ. അപ്പോൾ അന്ന് വലിയ ക്ഷേത്രങ്ങളും സത്യത്തിലില്ല. ക്ഷേത്രങ്ങളൊക്കെ 8-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് നമ്മുടെ ക്ഷേത്രം വലിയ ഈ പറഞ്ഞ ക്ഷേത്ര നിർമ്മിതികളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ കാവ് അങ്ങനെയല്ല. കാവും തെയ്യത്തിന്റെ ഒക്കെ ആദ്യ രൂപങ്ങളൊക്കെ ഈ പറയുന്ന പതികളിലും വയലിനടുത്ത ചെറിയ കാവുകളിലൊക്കെ വളരെ പണ്ട് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിന് നിർമ്മിതികളൊന്നും ആവശ്യമില്ല. ഒരു കല്ല് ആദ്യം വലിയ മരങ്ങളെ ആരാധിച്ചിട്ടുണ്ടാവും. മനുഷ്യനെ അഭയവും ആരൂഢവും നൽകിയ മരങ്ങളെ ആരാധിക്കുന്നു. പിന്നീട് നമുക്ക് കുറച്ചും കൂടി ദൈവസങ്കല്പങ്ങളൊക്കെ വികസിക്കുമ്പോൾ ആ ദൈവത്തെ ഈ മരത്തിന്റെ മൂട്ടിൽ വെച്ചു. അങ്ങനെ കുടിയന്റെ ഈഴച്ചമ്പകത്തിന്റെ ചുവട്ടിൽ കുടിയനെ പ്രതിഷ്ഠിക്കുന്നു. കാഞ്ഞിരത്തിൽ കാലിച്ചാൻ, അല്ലെ, കാഞ്ഞിരം കാസർഗോഡിന്റെ പേര് തന്നെ വന്നിരിക്കുന്നത് കാഞ്ഞിരവുമായി. കാഞ്ഞിര നാടാണ്. നമ്മുടെ പുഴേനെ കാഞ്ഞിരോട് പുഴയാണ് നമ്മുടെ ചന്തേരി പുഴ പഴയ രേഖയിൽ. അപ്പോൾ കാഞ്ഞിര നാടാണ് കാസർഗോഡ്. കാഞ്ഞിരം എന്ന് പറയുന്നത് ഈ നാടിന്റെ സ്ഥലവൃക്ഷം കൂടിയാണ്. അപ്പോൾ ഇത്തരം മരങ്ങളെ കൊണ്ട് ആരാധിച്ചിരുന്നു. ആ മര ആരാധനയിൽ പിന്നീട് എന്ത് ചെയ്തു, അതിൽ ചില പുതിയ ദേവസങ്കല്പങ്ങൾ വരുമ്പോൾ ഈ അങ്ങനെ താനിയുടെ മൂട്ടിലും കാഞ്ഞിര മൂട്ടിലൊക്കെ ദേവപ്രതിഷ്ഠ നടത്തുകയും അത് ചിലപ്പോൾ കല്ലായിരിക്കും ആദ്യം ഉണ്ടാവുക. ഇപ്പോഴും ആളും മണിയൊക്കെ നമ്മൾ വെക്കാറുണ്ട്. പിന്നെ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചലോഹത്തിലും കരിങ്കലിലൊക്കെയുള്ള വിഗ്രഹങ്ങൾ വരുന്നത് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ അഷ്ടബന്ധം ഇട്ടിട്ടൊക്കെ ഉറപ്പിക്കുന്ന കാലമാണ്. നമ്മുടെ ഏത് കാവുകളിലാണ് അഷ്ടബന്ധം ഇട്ട് ഉറപ്പിച്ച വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്? കാരണം നമ്മുടെ ദേവസങ്കല്പത്തിന് എന്താണ്, ആകാശത്തിൽ നിന്നും ഒരു അഭൗമമായ ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഈഴോക്കരിമ്പനയുടെ മുകളിൽ നിന്നും ദൈവത്തെ വരവിളിച്ചിട്ട് വരുത്തുകയാണ്. എന്നിട്ട് മുത്തപ്പനെയൊക്കെ മല കയറ്റുകയും മല ഇറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയക്കുകയാണ്. അപ്പോൾ ദൈവത്തെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തെയ്യത്തിന്റെ, പ്രത്യേകിച്ച് കൊല്ലത്തിലൊരിക്കലാണല്ലോ തെയ്യം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിളിച്ചു വരുത്തുക. പക്ഷെ അഷ്ടബന്ധമായിട്ട് ഉറപ്പിച്ച ഇപ്പോഴത്തെ കാവുകളിലൊക്കെ സ്ഥിരം പ്രതിഷ്ഠയാണല്ലോ. അതിന്റെ ഇതിലെല്ലാം പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിധത്തിൽ ഇവിടുന്ന് അടങ്ങിപ്പോയതുള്ള ദേവിയെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ ആ ആരൂഢത്തിന് നമ്മൾ ഇരുത്തുകയാണ്. കാരണം ഒരിക്കലും വിളകി പോവാത്ത പശ വെച്ചിട്ട് ഉറപ്പിക്കുക. അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പശയാണല്ലോ. പക്ഷെ നമ്മുടെ കാവുകളിലൊന്നും വിഗ്രഹങ്ങളെ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് അതിനാണ് നമ്മൾ ബ്രാഹ്മണൈസേഷൻ അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണം എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചരിത്രത്തിന്റെ ഭാഗമാണ്. കാരണം നമുക്ക് നമ്മുടേത് മോശമാണെന്ന് പറഞ്ഞിട്ട് അയൽവക്കക്കാരുടെ വീടാണ് നല്ലതെന്ന് തോന്നുന്നൊരു അസൂയുണ്ട് നമുക്ക് തോന്നുന്നത്. ഈ ഒരു മാനസികാവസ്ഥ സംസ്കാരത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രമാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ഇവിടെയും കൊടിമരം വേണം എന്ന് പറയുന്നത്. സത്യത്തിൽ കൊടിമരങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ളൊരു ഇത് തന്നെ പഴയ കാലത്ത് ബുദ്ധ മത ബ്രാഹ്മണ മതം തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ ബുദ്ധ സന്യാസികളെ തൂക്കിക്കൊണ്ടിരിക്കുന്ന കൊലമരമായിരുന്നു കൊടിമരമായി മാറിയത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതൊക്കെ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ നമുക്കിന്നൊരു കൊടിമരവും അല്ലെങ്കിൽ മതിൽക്കെട്ടുകളും ഈ പറയുന്ന സാങ്ക്ടോറോ ഒക്കെ ചേർന്നിരിക്കുന്ന വലിയൊരു നിർമ്മിതിയാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും ഏറ്റവും വ്യത്യാസമാണ് നമ്മുടെ കാവുകൾ. ഇപ്പൊ നമ്മുടെ കഴകം തന്നെ, ഇപ്പം പാലക്കുന്ന് കഴകമൊക്കെ ആണല്ലോ ഇവിടുത്തെ. പക്ഷെ കഴകത്തിന്റെ പോലും സങ്കല്പം മറ്റൊന്നാണ്. അതിലെ കൂട്ടുവായിക്കാരും അതിലത്തെ സാമൂഹിക ഘടനയും മറ്റൊന്നാണ്. ഈ ഒരു സാമൂഹിക ഘടന ക്ഷേത്രത്തിലില്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർ നടത്തുന്നതെന്ന് മാത്രമല്ല, പണ്ടാണെങ്കിൽ ഏതെങ്കിലും ജന്മി തറവാട്ടുകാരോ അല്ലെങ്കിൽ രാജാക്കന്മാരോ നടത്തിയാണല്ലോ ക്ഷേത്രങ്ങളൊക്കെ. പക്ഷെ കാവുകൾ അങ്ങനെയല്ല. ഒരു കാവുകൾ എന്ന് പറയുന്നത്
നമുക്ക് കഴകം തന്നെ നോക്കും, പാലക്കുന്ന് കഴകം, അതിന്റെ കീഴിലെ കുറേ കാവുകൾ, അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ, പിന്നെ അവിടുത്തെ കൂട്ടുവായിക്കാരും കൊടക്കാരും പിന്നെ ബാല്യക്കാരും ഇങ്ങനെയുള്ള കുറേ ആളുകൾ, ഇതൊരു സാമൂഹിക ഘടനയും. എന്തുകൊണ്ടാണ് നമ്മുടെ കർഷക കലാപങ്ങളൊക്കെയും ഈ വടക്കൻ കേരളത്തിൽ നടന്നതിനെ പറ്റി ചില ചരിത്ര കാഴ്ചപ്പാടുകൾ എന്തുകൊണ്ടാണ്? പിന്നെ ആലപ്പുഴയിലൊക്കെ നടന്നിട്ടില്ല. സത്യത്തിൽ കയ്യൂരും കരിവള്ളൂരും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരാനൊരു കാരണം, ഇവിടെ കുടിയാന്റെ പ്രശ്നങ്ങൾ, അടിസ്ഥാനതല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടായിരുന്നു. സാമുദായിക സംഘവും കാവുമാണ്. കാവില് ഒരു അടിയന്തരത്തിന് വന്നിരിക്കുന്ന കർഷകര് ഒന്നിച്ചു കൂടുമ്പോൾ അവർക്ക് ദേവകാര്യം മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. ആ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിലെ ഈ ഒരു കാർഷിക കലാപങ്ങളുടെയൊക്കെ അന്തർധാരയായി പ്രവർത്തിച്ചത് എന്ന തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. KK ഗ്രൂപ്പിന്റെ ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു സാമൂഹിക പ്രാധാന്യം കൂടി ഇതിനുണ്ട്. ഇതൊരു കാവിന്റെ ഒരു കാനോപ്പി നോക്കുക. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ കാടിന്റെ അവശേഷിപ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം പറഞ്ഞത് ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ നമ്മളെ എങ്ങനെയാണ് കാവ് പുനരുജ്ജീവിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അതിന്റെ ജൈവഘടനയ്ക്ക് മാറ്റം വരാതിരിക്കുക. പുതിയ മരങ്ങൾ നടുമ്പോൾ അവിടെ അക്കേഷ്യയും യൂക്കാലിയും മഹാഗണിയും അല്ല നടേണ്ടത്. എന്താണ് നടേണ്ടത് എന്നതിന്റെ ഉത്തരാണ് നമ്മുടെ ചുറ്റുമുള്ള കാവുകളിലുള്ള അതേ ചെടികൾ, അതിന്റെ വിത്തുകൾ. ഇപ്പൊ വെള്ളപ്പൈന എവിടെയും ഉണ്ടെങ്കിൽ അതിന്റെ തൈകൾ സംഘടിപ്പിച്ച് നമുക്ക് നടാം. പക്ഷെ ഇല്ലാത്തൊരു സാധനം നടരുത്. ഇപ്പൊ അരയാൽ പോലും ഉണ്ടല്ലോ, ആലും അരയാലും നട്ടുകൂടല്ല. ആലും അരയാലും നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ളതാണ്, കാവുകളിലുണ്ട്. പക്ഷെ ആലും അരയാലും പോലും നമ്മുടെ കാട്ടിലുള്ളതല്ല. വെസ്റ്റേൺ ഘട്ടിൽ ഒരു സ്ഥലത്തും അരയാലും ആലും ഇല്ല. അരയാൽ എന്ന് പറയുന്നത് ബുദ്ധമത സന്യാസിമാരിലൂടെയൊക്കെ പിന്നെ ഏതോ ഒരു കാലത്ത് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇവിടെ കൊണ്ടുവിടപ്പെട്ടോ ഹിമാലയൻ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നാണ്. ബോധി കൃഷിയാണല്ലോ. പീപ്പിൾ ട്രീ എന്ന് പറയുന്ന ബുദ്ധന് ബോധോദയം ഉണ്ടായിരുന്ന ആൽമരം, അരയാൽ. ആൽമരം യഥാർത്ഥത്തിൽ ബനിയൻ ട്രീ എന്നാണ് പറയുക. സത്യത്തിൽ ആൽമരം ഇവിടെ വന്നിരിക്കുക ബനിയൻസ് നമ്മുടെ നാട്ടിലെ വാണിജ്യ സമുദായത്തിന്റെ പൂർവികരാവാം. ബനിയൻസ് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഗുജറാത്തിന്റെ തീരത്തിലൂടെ വന്നിരിക്കുന്ന ബനിയൻസ് അവരുടെ ചന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചന്ത എന്ന് പറയുന്നത് മരത്തിന്റെ തരല്ല, അങ്ങനെ നട്ടിരിക്കുന്ന പിന്നെ മരമാണ് ബനിയൻ ട്രീ. അതിൽ നിന്നാണ് വാണിയ മരം എന്ന് പറയുന്നത്. ആ ബനിയൻ ട്രീയാണ് നമ്മുടെ ആലെന്ന് പറയുന്നത്. സത്യത്തിൽ വെസ്റ്റേൺ ഘട്ടിൽ ഇല്ലതല്ല, പക്ഷെ അമ്പലങ്ങളിലൊക്കെ അതുണ്ട്. നമ്മുടെ സസ്യപർവ്വത മലകളിലൊന്നും ആലില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ആല് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെറിയൊരു സ്ഥലത്ത് ആല് നട്ടു കഴിഞ്ഞാൽ അതിന്റെ തണലിൽ മറ്റു ചെടികളൊക്കെ പോകും. അപ്പോൾ ആല് പോലും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഏതൊക്കെ മരം വേണമെന്ന് നിർണ്ണയിക്കേണ്ടത്. ഇത് കുളക്കാട്ട് മല എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പൊട്ടിത്താണുപോയ നമ്മുടെ ഹൈവേക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, പിന്നെ വീരർമലയും അതിന്റെ തൊട്ടടുത്തുള്ള മട്ട്ലായി കുന്ന്. അപ്പൊ ഈ മട്ട്ലായി കുന്നിനും വീരർമലയുടെയും നടുക്ക് ഒരു അടുപ്പ് കൂട്ടിയതുപോലെ പിന്നെ പടനിയിലേക്ക് പോകുന്ന ചെറുവത്തൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചും കൂടി അപ്പുറത്തേക്ക് പടിഞ്ഞാറോട്ടുള്ള ഒരു സ്ഥലമാണ് വീരർമല. ഈ കുന്നിന്റെ പ്രത്യേകത കുളക്കാട്ട് മല എന്ന് പറയുന്ന ആ അറഫ കോളേജൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കുളക്കാട്ട് മലയിൽ നിന്നുള്ള തീർത്ഥമാണ് അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ തെയ്യം കൂടാൻ വേണ്ടിയിട്ട് പിന്നെ കൊണ്ടുപോകുന്നത്. പണ്ട് ആ കുളക്കാട്ട് മലയിലെ തീർത്ഥം ഇതുപോലെ ഒഴുകി വരുന്ന സ്ഥലത്ത് ഇപ്പം സിമെന്റൊക്കെ കെട്ടി ഇതൊക്കെ ആക്കിയതിനു ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴുള്ളൊരു പ്രശ്നമാണ് പലപ്പോഴും. എന്തായാലും ഇപ്പൊ വെള്ളം തന്നെ പറ്റും, ഒരു കിണർ പോലെ ആയിരിക്കും. അപ്പൊ നമ്മള് കൃത്രിമമായി ചെയ്യുമ്പോൾ അതിന്റെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, ഹൈവേയിൽ മറ്റേ പിന്നെ സോയിൽ ലെയിലിംഗ് നടത്തിയിട്ട് പൊളിയുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ വെള്ളം പോകുന്നത്. ഇങ്ങനെയുള്ള സ്ഥലമാണ്, ആ മുകളിലുള്ള സ്ഥലം കണ്ടിട്ട് അതായത് കുറേ കാലം മുമ്പേ കടലിനടിയിൽ നിന്ന് വന്ന സ്ഥലമാണ്. കക്കകളൊക്കെയുള്ള ഫോസിലുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പൊ വളരെ ഉറപ്പ് പറഞ്ഞതാണ്. ഇപ്പൊ അവിടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുകളിലെ നിർമ്മാണ പ്രവർത്തനം JCB എല്ലാം പൊട്ടിച്ച് പിന്നെ തകർത്തതിന് ശേഷമാണ് അവിടെ വലിയ വിള്ളൽ വന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും അതിന്റെ ഒരു സ്വാഭാവികത സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ കുളം തന്നെ നോക്കുക. ഇപ്പൊ എല്ലാവരും നമ്മൾ പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ പലപ്പോഴും ചെലവ് കൂടുതലാണെങ്കിലും പരമ്പരാഗതമായി കിണർ നമ്മുടെ ചെത്തുകല്ലുകൊണ്ടാണ് നമ്മൾ അമ്പലക്കുളങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ കോൺക്രീറ്റിന്റെ പടം എളുപ്പത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നു. പക്ഷെ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വെള്ളം തെളിവുണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ പരമാവധി നമ്മുടെ ട്രഡീഷണൽ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പണം ചിലപ്പോൾ ഇതായിരിക്കും ലാഭം ഉണ്ടാവും, എളുപ്പത്തിൽ പറ്റുക. പിന്നെ പുത്തനെ കെട്ടി അവനാർക്കും പിന്നെ ശരിക്കും നെല്ലിപ്പടി എല്ലാ കുളങ്ങളും നമ്മുടെ അമ്പലക്കുളങ്ങളും നെല്ലിപ്പടി ഇട്ടിട്ടാണ്. ഇപ്പൊ നമുക്ക് നെല്ലിപ്പടിയൊന്നും ഇടാൻ പറ്റില്ല. പക്ഷെ പരമാവധി ഇവിടെയൊക്കെയാണെങ്കിൽ ചെത്തുകല്ലുകൊണ്ടൊക്കെയുള്ള അതിന്റെ പരമ്പരാഗത രീതിയിൽ മാത്രം നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് കുളങ്ങൾ പ്രധാനമാണ്. വെറും അമ്പലത്തിന് മാത്രമല്ല, ഒരു പൊതു ഏറ്റവും ഇന്നില്ലാത്തൊരു നമ്മുടെ ഹൈവേ പോയ ഒരു രാമൻകുളം എന്ന് പറഞ്ഞൊരു കുളമാണ്. ഈ കുളം യഥാർത്ഥത്തിൽ
പണ്ട് ഒരു മനുഷ്യൻ അയാളുടെ ഒരു 250 കൊല്ലം മുമ്പ് രാമൻ എന്ന് പറഞ്ഞ ഒരാൾ കെട്ടിയ ഒരു കുളമാണ്. അപ്പൊ അയാൾ എന്നിട്ട് പിന്നെ അവിടുത്തെ പണിക്കാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, കഞ്ഞി കുടിക്കാൻ വേണ്ടി അയാളുടെ വീട് അന്നൂര് വീട് വെള്ളോറ വീട് എന്ന് പറയാം. അവിടത്തേക്ക് പോകുമ്പോൾ അവിടെയും ഓരോ കല്ല് കൊണ്ടുവന്നിട്ട് അവിടെയും. അപ്പൊ 2 കുളമുണ്ട് അയാൾ കെട്ടിയോ. അപ്പൊ കുളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളും കുളങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതിന്റെ പാരിസ്ഥിതിക സംഭവമുണ്ട്, വെള്ളം സംരക്ഷിക്കുന്നു, പിന്നെ മത്സ്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രജനന കേന്ദ്രമാണ്. ഇതൊക്കെ ഇത് നേരത്തെ പറഞ്ഞ തൃശ്ശൂരിലുള്ള ഏക പ്രധാനപ്പെട്ട ഒരു കാവാണ് കലസമല എന്ന് പറയും. ഒരു അമ്പലമാണ്. അവിടെ ഒരു വിഷ്ണു നാരായണ ക്ഷേത്രം എന്ന് പറയുന്നൊരു ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ സ്ഥലമാണ്, പക്ഷെ ഒരു കുന്നിന്റെ പള്ളയാണ്. പക്ഷെ ഇവിടെയുള്ള മരം എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് പിന്നെ കുളവെട്ടി എന്നാണ് അതിന് പറയുക. സിസിലിയൻ ട്രാവൻകൂറിക്കും നമ്മുടെ പിന്നെ ബേടകം ഭാഗത്തൊക്കെ മരങ്ങളുണ്ട്. പക്ഷെ എൻഡേഞ്ചേർഡ് ആണ്. വളരെ 500-ൽ താഴെ മാത്രം ലോകത്ത് ബാക്കിയുള്ള ഒരു എൻഡമിക് പ്ലാന്റ് ആണ് കുളവെട്ടി. നമ്മളിവിടെ വാദംകൊല്ലി എന്നാണ് ഇങ്ങോട്ട് പറയുക. വാദംകൊല്ലി പലതിനെയും പറയാറുണ്ട്. അപ്പോൾ വളരെ അപൂർവമായ മരമാണിത്. അതുപോലെ ഇത് നമ്മുടെ ഇവിടുത്തെ ഉദുമ ഭാഗത്തൊക്കെ ചില കാവുകൾ ചിലപ്പോൾ അപൂർവമായി ഉള്ളതാണ്. പെരൂരിലാണിത്. ഇത് നമ്മൾ ഞാണൽ എന്നാണ് ഇതിനെ പറയുക. ഞാവലല്ല, ഞാണൽ. മധൂക എന്ന് പറയും. നമ്മളെ MTയുടെ നോവലിലേക്ക് മധൂക, മഹ്വ മദ്യം വാറ്റുന്ന മഹ്വ ഉണ്ടല്ലോ. പിന്നെ മഹ്വ പൂ വാറ്റിയിട്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ മദ്യം ഉണ്ടാക്കുക. ആ മഹ്വയുടെ വർഗ്ഗത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിലൊരു ചെടിയാണ്. പക്ഷെ ഈ ചെടിയുടെ പ്രത്യേകത 150-125 വർഷം മുമ്പേ ആണ് അവസാനം വിവരിച്ചിരിക്കുന്ന ഒരു ചെടിയുണ്ട്. അത് വീണ്ടും കണ്ടെത്തി കർണാടകത്തിലെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതേ ചെടിയാണ് നമ്മുടെ ഇവിടുത്തെ കാവുകളിലൊക്കെ ഉള്ളത്. പുതുമ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെയുള്ള പല കാവുകളിലും ഞാണൽ എന്ന് പറഞ്ഞിട്ടൊരു മരം പണ്ട് ഇവിടെ നമ്മുടെ മാരി മരില്ല, തെയ്യം കർക്കിടക 16 ഇങ്ങനെ ഈ ബാധകളൊക്കെ ഏതെങ്കിലും നോമാൻസ് ലാൻഡ് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ പുതുമ അംശവും ഭാരത അംശവും രണ്ടും ചേരുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആരുടേതും അല്ലാത്തൊരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് ഒരു ഞാണൽ മരം ഉണ്ടാവും. ആ മരത്തിന്റെ മുകളിലേക്കാണ് ഇതെല്ലാം കൂടിയിട്ട് ഈ മറ്റേ അതിന്റെ കോത്തിരിയും മറ്റെല്ലാം കൂടിയിട്ട് കളയുക. അതുപോലെ ഈ കുന്നാള് നീക്കൽ അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ആരുടെയും അല്ലാത്ത സ്ഥലത്തേക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു മരം കൂടിയാണിത്. പക്ഷെ ഇത് ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു മരമാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് മരങ്ങൾ നമ്മുടെ കാവുകളിൽ ഇതൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു കാവിൽ ഒരു ഞാണൽ ഇടയിൽ കാടലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു മരത്തിന്റെ തൈകളൊക്കെ പിന്നെ നമുക്ക് പിന്നെ സംരക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇത് നമ്മുടെ ഈ ഭാഗത്തുള്ള പിന്നെ കാവുകൾ എന്ന് പറയുമ്പോൾ കാവിന്റെ തോടും കുളവും എല്ലാം പ്രധാനമാണ്. ഇവിടെ പെരിയ ഈ ഭാഗങ്ങളിലുള്ള ഈ ഭാഗത്തെ തോടുകളിലുള്ള നമ്മുടെ സംസ്ഥാന അതാണ് പിന്നെ കാസർഗോഡ് ജില്ലാ പുഷ്പമായിട്ടുള്ള പെരിയ പോളത്താളി എന്ന് പറയുന്ന ചെടിയാണ്. ഈ താഴെയുള്ള മത്സ്യം എന്ന് പറയുന്നത് മഞ്ഞളേട്ടയാണ്. ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ മഞ്ഞപ്പൂരി കിട്ടും. പക്ഷെ ഇത് പിന്നെ മാത്തിലടുത്ത് എരമ മുതുകാട്ട് കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ ആരും ആ മത്സ്യത്തെ തിന്നില്ല. കാരണം ശാസ്താവ് വന്നത് ഇതിന്റെ മുതുകിൽ കയറിയിട്ടാണെന്നാണ് വിശ്വാസം. അപ്പൊ ശാസ്താവിന്റെ മീനായിട്ട് അവിടെ സേക്രഡ് ആണ്. പക്ഷെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിലൊക്കെ കഴിക്കും. പക്ഷെ ഇത് എൻഡമിക് ആയിട്ടുള്ളൊരു മത്സ്യമാണ്. ഹോറോബാഗസ് ബ്രാക്കിസോമ, അപൂർവമാണ്. അപ്പൊ ഈ ഒരു മത്സ്യം, ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ പിന്നെ മഴക്കാലത്ത് പ്രജനനത്തിനായിട്ട് വരുന്നത് നമ്മുടെ ഇത്തരം തോടുകളിലാണ്. അപ്പൊ ആ തോടുകളൊക്കെ നമ്മൾ സംരക്ഷിക്കുന്ന സ്ഥലത്തിൽ പിന്നെ ഇങ്ങനെയാണ് ഉണ്ടല്ലോ. ഇത് പിന്നെ നമ്മുടെ പിന്നെ വേക്കലം എന്താണ് പനയാല് അരവത്ത് തോടാണ്. 20 വർഷം മുമ്പത്തെ അരവത്ത് തോട് ആദ്യമായിട്ട് ഈ ഇപ്പൊ ഇനിയിപ്പോഴാണ് തോടുകളുടെ പുനരുജ്ജീവനത്തിന്റെ പദ്ധതികളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. നല്ലതാണ് തോട്. പക്ഷെ എങ്ങനെയാണ് പുനരുജ്ജീവനം? ഇതാണ് പുനരുജ്ജീവനം. ഈ പുനരുജ്ജീവനത്തിന്റെ പ്രശ്നം ഇവിടെ കൈതകള്, ഈ മത്സ്യങ്ങളൊക്കെ മുട്ടയിടുന്ന കൈതയുടെ പൊന്തയുണ്ട്. അത് മുഴുവനും JCB വെച്ചിട്ട് കോരിയിട്ടാണ്. ആമയുണ്ടല്ലോ ഈ അരവത്ത് തോട് വൃത്തിയാക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആമയെ കോരിയിട്ട് പലതും തൊഴിലുറപ്പുകാരൊക്കെ കൊണ്ടുപോയി നമുക്കറിയാം ഷെഡ്യൂൾ വെണ്ണിൽ പെടുന്നതാണ്. ഇങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. അതൊരു വിധത്തിൽ. മറ്റൊന്ന് നമ്മൾ ആമയെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് എന്നൊരു സംഭവത്തിലാണ്. ആമയ്ക്ക് ഇര കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്ന ഒരു വിശുദ്ധമായ എന്താണ് മോലോത്തങ്കാവ് അല്ലെ? മോലോത്തങ്കാവ് എല്ലാവരും കണ്ടിട്ടുണ്ടോ? മോലോത്തങ്കാവ് വേടകത്തിലെ മോലോത്തങ്കാവില് 2000-ൽ കൂടുതൽ ആമകളെങ്കിലും ഉണ്ടായി. അവിടുത്തെ പാറകളിൽ നിന്നും ആമകൾ മഴക്കാലത്ത് പ്രജനന കാലത്ത് ഇതിലേക്ക് വരുന്നു, കയറി പോകുന്നു. ഇപ്പൊ അവിടെ എന്താ ആമയുടെ വിഗ്രഹമൊക്കെ വെച്ച് ഭയങ്കര അതാണ് നമ്മുടെ ഡെവലപ്മെന്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത്. സുന്ദരമായിട്ടൊരു കോൺക്രീറ്റിന്റെ നിർമ്മാണം അകത്തേക്ക് പോയി. ടൂറിസമാണല്ലോ ഈ കാവിന്റെ പള്ളത്തിനകത്തേക്ക് ഒരു ഇതൊക്കെ വെച്ചു, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചുറ്റും 2 അടി ഓളം കല്ല് കെട്ടിയിട്ട് മണ്ണിട്ടിട്ട് ചെമ്പരത്തി പൂവൊക്കെ ഇട്ടിട്ട് സുന്ദരമാക്കിയിട്ട് അതും കുഴപ്പമില്ല. പക്ഷേ ഈ പാവമാമ ഈ വെള്ളത്തിൽ നിന്നും അരി തിന്നാൻ വേണ്ടി വരുന്നില്ല. അതിന് ജീവൻ
വെടി വരുമ്പോൾ മുട്ടയിടാനും ഇണചേരാനും വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകണം. കാട്ടിലെ ആമയ്ക്ക് ഇങ്ങോട്ട് വരണം. എങ്ങനെയാ ആമ എങ്ങനെയാ രണ്ടടിയുള്ള മതില് ചാടുക? അയാൾ ഗോവിന്ദസ്വാമി ഒന്നുമല്ലല്ലോ. കാരണം ഇതിന് ആമയ്ക്ക് 2 അടി ഉയരമുള്ള ഒന്ന് ആലോചിച്ചു ഒരു 4 കല്ലം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആമക്ക് ഒരിക്കലേ ഒരു ആമ ആകെ പരമാവധി ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ മുകളിലിട്ട് കയറും? അതുകൊണ്ട് ഇപ്പൊ നോക്കൂ, മോലോത്തം കാവിൽ ആകെ 5ഓ 10ഓ ആമ പോലും നിങ്ങൾക്ക് കാണില്ല. നമ്മൾ ചെയ്യുന്ന നല്ല അവരാരും അതിന്റെ ആളുകളോ നിങ്ങളെ പോലുള്ള കാവാതോ വെട്ടിക്കാരോ മോശക്കാരൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ പാരിസ്ഥിതിക ബോധമില്ലാതെ ഇവിടെ ആമ വന്നത്, ആമയാണല്ലോ എന്റെ ഐശ്വര്യം പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കാവിന്റെ വ്യത്യാസമുള്ളത്. പക്ഷെ മോലോത്തം കാവിൽ ആമ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ മോലോത്തം കാവിന്റെ ആമ കുളത്തിനെന്താ അർത്ഥമുള്ളത്? കാരണം നമ്മൾ ചെറിയൊരു അശ്രദ്ധയാണ്. ഒരു ആമയ്ക്ക് പോകാനുള്ള, ഒരു പാമ്പിന് പോകാനുള്ള ഒരു വഴി പോലും ഇല്ലാതെ നമ്മൾ മതില് കെട്ടിയിടുമ്പോഴുള്ള പ്രശ്നം അത് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ വന്നപ്പോൾ 2 ഭാഗത്തുള്ള ആളുകൾക്കും പറ്റുന്നു. വെള്ളവയറും കടപ്പരുത്. എനിക്കൊന്ന് ഇവിടുത്തെ ഉദുമീരത്ത് ഒരു കാവിലെങ്കിലും വെള്ളവയറിന്റെ കൂടുണ്ടാവില്ലേ? അത് നമ്മുടെ അവിടെ ഉണ്ട്, അവിടെ ഒരു കൂടുണ്ട്. പണ്ട് മറ്റേ ചേരിപ്പാടി കാവിന്റെ അടുത്ത് രാഘവമാഷ വീട്ടിന്റെ അടുത്ത് ഒരു കൂടുണ്ടായിരുന്നു. അവിടെ ഒരു സർപ്പക്കാവുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ആ ചേരിപ്പാടിയിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ചേരിപ്പാടി കാവുണ്ടല്ലോ, അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി രാഘവമാഷയുടെ പണ്ടൊരു രാഘവമാഷുണ്ട്, അയാളുടെ ഒരു വീടിനകത്തൊരു കാവുണ്ട്. ഇപ്പൊ കാവുണ്ടോന്ന് അറിയില്ല. അവിടെ ഒരു മരത്തിന്റെ മുകളിലാണ് ഒരു 20 വർഷം മുമ്പേ ഇതുണ്ടായിരുന്നു. നമുക്കറിയാം, അതിന്റെ പ്രാധാന്യം അറിയാം നമുക്ക്. പിന്നെ അതാണ് ജില്ലാ പക്ഷിയാണ്. ക്വാക്ക് ക്വാക്ക് എന്ന് കഴിയുന്ന ഒരു കമലപ്പരുന്ത് എന്ന് പറയാം. കടലിന്റെ സൗഭാഗ്യ ചിഹ്നമാണ് അത്. ഈ പറയുന്ന പുതുമയിൽ ഏതായാലും 1-2 പക്ഷികളുടെ കൂടുകളെങ്കിലും ഉണ്ടാവും. അവിടെയാണ് നേരത്തെ വനം വകുപ്പ് ഇവർക്ക് ഒരു കാലത്ത് 20 വർഷം മുമ്പേ ഒരു മരം സംരക്ഷിച്ചവർക്ക് 5000 രൂപയൊക്കെ ഈ പോസിറ്റീവ് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മാതൃകയാണത്. തീർച്ചയായിട്ടും അത്തരം മരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കാവ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും രാജസ്ഥാനിലും പിന്നെ തമിഴ്നാട്ടിൽ ദേവർഗാഡ് എന്ന് പറഞ്ഞ ശരണാന്ന് ബീഹാറിൽ പറയുന്നു. എല്ലാ സ്ഥലത്തും ഇത്തരം സേക്രഡ് ഗ്രൂപ്പ്സ് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ഇന്ത്യയിലുണ്ട്. തുളുനാട്ടിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ആലട എന്നാണ് ഇങ്ങോട്ട് പറയുക. ആലട ഈ അതുപോലെ ഭുജുങ്കാവ് എന്ന് പറഞ്ഞ കേട്ടില്ല, നമ്മുടെ ഭുജുങ്കാവ്, അതൊക്കെ കാവാണ്. അപ്പൊ ആലട, കാവ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാവ് ഗോളി എന്നൊക്കെ പറഞ്ഞ സ്ഥലപ്പേരൊക്കെ അതിന് വന്നത്. ഈ ഗോളി ബജ എന്ന് നമുക്ക് സ്വദേശിയോടെ കേട്ടോ പയ്യന്നൂരൊക്കെ നിങ്ങൾ ഗോളി ബജില്ലേ? ഇപ്പൊ ഞാൻ ഈ ഗോളി ബജ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ്, ആലിന്റെ കായ പോലെയുള്ള ബജി ആയതുകൊണ്ടാണല്ലോ ഗോളി ബജി ആയത്. അപ്പൊ ഈ പേര്, ആഹാരത്തിന്റെ പേര് പോലും ഒരു മരത്തിലുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ഒരുപാട്, മോഹനകുടി ചാമുണ്ടിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള ഗ്രാമദേവതമാരാണ് നമ്മുടെ കാവുകളിലുള്ളത്. പിന്നെ മദർ ഗോഡസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗിവേഴ്സ് ഓഫ് ലൈഫ്, ജീവദാതാക്കളായിട്ട് കരുതപ്പെടുന്ന, ശാകംബരിയായിട്ട്, അന്നപൂർണയായിട്ടൊക്കെ ആരാധിക്കപ്പെടുന്ന ഒരുപാട് ദേവതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ബോഡി എന്ന് പറഞ്ഞല്ലോ, സാമുദായിക സംഘങ്ങൾ. അപ്പൊ ഈ സാമുദായിക സംഘങ്ങൾ പലപ്പോഴും ഇതൊരു 30-35 വർഷം മുമ്പത്തെ ഒരു സ്ലൈഡാണ്. അപ്പോൾ കൂട്ടുവായിക്കാർ, ഇത് വള്ളവറ മുണ്ടിയക്കാലത്തെ കൂട്ടുവായിക്കാരാണ്. ഇന്നിപ്പോൾ ഇവിടെ ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബോഡിയാണ് യഥാർത്ഥത്തിൽ. ഇന്നും ആ കമ്മ്യൂണിറ്റി ബോഡി വളരെ ശക്തമാണ്. അത് പലപ്പോഴും ഇന്നാ ബോഡി പലപ്പോഴും സ്കൂളിന്റെ നടത്തിപ്പും മറ്റേ രീതിയിലുള്ള സാമുദായിക സ്ഥാപനങ്ങളും കല്യാണ മണ്ഡപ നടത്തിപ്പിലേക്ക് മാറുന്നുണ്ട്. കാരണം അതാണ് നമ്മുടെ പുതിയ കാലത്ത്. പക്ഷെ പണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു നാടിന്റെ, വില്ലേജിന്റെ, കമ്മ്യൂണിറ്റിയുടെ നടത്തിപ്പായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയും കൂടിയായിരുന്നു അത്. അതുപോലെ തന്നെ അതിന്റെ വയലും മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കേരളത്തിലെ വലിയൊരു പൊങ്ങോട്ട് കാവ് എന്ന് പറഞ്ഞ വലിയൊരു കാവായിരുന്നു ഇത്. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ കാവിന്റെ സംരക്ഷണത്തിൽ ഒരു കാര്യം കൂടി. ഇത് നമ്മുടെ കുമ്മാട്ടി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കുമ്മാട്ടി ഒന്നും കൂടി കണ്ടാൽ ഇപ്പോഴുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഈ കാവ് കാണാം. ചീമേനി ധർമ്മശാസ്ത്രം കാവാണ്, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവാണ്. ചീമേനി മുണ്ടേക്കാവിന്റെ അടുത്ത് തന്നെയാണ്. മുണ്ടേക്കാവിൽ കാടില്ല. ഈ ധർമ്മശാസ്ത്രം കാവിൽ പണ്ട് ധാരാളം കുരങ്ങുണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റ കുരങ്ങില്ല. ഇവിടുത്തെ പല കാവിൽ കുരങ്ങിനെ ആരോപിച്ചുകൊണ്ട് വരും. വനം വകുപ്പല്ല, എനിക്ക് തോന്നുന്നു ആരാണെന്ന് ആർക്കും അറിയില്ല, അവർക്കും അറിയില്ല. പക്ഷെ കുരങ്ങ് പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ കുരങ്ങ് ഉണ്ടാക്കുന്ന കുറച്ച് ഉപദ്രവമൊക്കെ ഉണ്ട്. പക്ഷേ കുരങ്ങ് പോയതോട് കൂടിയിട്ട് ഈ കാവും അതുപോലെ തന്നെ അരവഞ്ചാൽ കാവും ഇപ്പോൾ ഒരു 70% ഇല്ലാതായി. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം എന്താ വെച്ചാൽ മുഴുവൻ ഈ വള്ളി ഉണ്ടല്ലോ, നമ്മുടെ ഈഞ്ച പോലത്തെ വള്ളി, ഈ വള്ളിയൊക്കെ കയറും പോയി കുരങ്ങൻ ചാടുമ്പോൾ അതിനെ പറിച്ച് കളിയൊക്കെ ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീക്കാർ ചെയ്യുന്നത് പോലെ ഒരാൾ മൊത്തം കാടുകളൊക്കെ പറിച്ച് കളയുന്നത് പോലെ മരത്തിന്റെ മുകളിലുള്ള വള്ളികളൊക്കെ പറിച്ച് കളയുന്ന, അതേസമയത്ത് വിത്തുകൾ വിതരണം ചെയ്യുന്ന ഒരു നമ്മൾ ഇനിയും അറിയാത്ത എന്തൊക്കെയോ പാരിസ്ഥിതിക സേവനങ്ങളിൽ കുരങ്ങ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ കുരങ്ങ് പോയതോടുകൂടി ഈ കാവിന്റെ ആരോഗ്യം
പകുതിയിലേറെ ക്ഷയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചുരുളി എന്ന് പറയുന്ന ഇവിടുത്തെ പഞ്ചുരുളിയല്ല, നമ്മുടെ വടക്കൻ പഞ്ചുരുളിയുടെ ഒരു ആരോടാണ് പിന്നെ ചാമക്കാവ് എന്ന് പറയും, വെള്ളൂരിൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചിത്രം. നമ്മുടെ കമ്മാടത്ത് ഭഗവതിയുടെ ഒരു ലൈൻ ഡ്രോയിങ് ഇതാണ്. അതിൻ്റെ ഒരു പിന്നെ പാള കൊണ്ടുള്ള ഒരു ചിത്രമാണ്. ഇതതുപോലെ പറക്കളായിൽ 1992 പറക്കളായിലൊരു കമ്മാടമാണ്. പറക്കളായിക്കാവ് എന്ന് പറഞ്ഞ അതെ നമ്മുടെ ഒരു കല്ലിൻ്റെ മാടാണ്. ഈ കമ്മാടത്ത് ഭഗവതി എന്നൊക്കെ പേരുന്ന കൽമാടത്തിലായിരിക്കും. കമ്മാടം എന്ന് പറയുന്നത് കൽമാടത്തിൽ ഉള്ളതുകൊണ്ടായിരിക്കും കമ്മാടം. അന്ന് ആദ്യത്തെ ഒരു പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഈ കല്ല് ചെത്തുന്ന ഒരു സംസ്കാരം, പ്രത്യേകിച്ചിട്ട് ഈ യാദവ സമുദായത്തിൻ്റെ ഒക്കെ ഒരു കുലത്തൊഴിലായിട്ട്, കാരണം ഇതൊന്നും എവിടെ നിന്നും ആകാശത്ത് നിന്ന് നൂലുകെട്ടി ഇറക്കിയൊന്നുമില്ല. എത്രയോ കാലമായിട്ട് പിന്നെ രത്നഗിരി ഭാഗത്തു നിന്നും കന്നുകാലികളെയൊക്കെ ആട്ടിത്തെളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വരികയും അവിടെ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ പിന്നെ ചീമേനി അരിയിട്ടപാറയിലൊക്കെ പാറച്ചിത്രങ്ങളുണ്ട്. അന്ന് അവർ വരച്ചു വെച്ച ചിത്രങ്ങളാണ് 2500 വർഷം മുമ്പേ. ഇതേ ചിത്രങ്ങൾ രത്നഗിരിയിൽ പോയാൽ, ഗോവയിലും രത്നഗിരിയിലും പോയാൽ കാണാം. അപ്പോൾ ഒരു ജനതയുടെ വലിയൊരു നടത്തത്തിന്റെ ഒരു പിന്നെ വലിയ പലായനത്തിന്റെ ചിലപ്പോൾ പിന്നെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വലിയ യാത്രയുടെ കന്നുകാലികളുമായിട്ട് യാത്ര ചെയ്ത വലിയൊരു കഥയും ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ ഓരോ സമുദായങ്ങളെയും അതിന്റെ ചരിത്രപരമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ മണിയാണി സമുദായം, നായർ സമുദായം എന്നൊക്കെ പറയുമ്പോഴും അവരെങ്ങനെ വന്നു, അല്ലെങ്കിൽ തുളുനാട്ടിലെ നായരും വടക്കൻ നായർ ജാതി എന്നല്ല, ചരിത്രപരമായ ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്മാടം എന്ന് പറയുന്ന ഈ കാവ് ഇപ്പോഴും ഇതില്ല കേട്ടോ, 92-ലാണ് അത് പൊളിച്ചിട്ട് ഇപ്പോൾ പുതിയ കോൺക്രീറ്റ് കെട്ടിടമായി. അപ്പോൾ അതുപോലെ ഇത് മുകളിൽ സർപ്പ വിഗ്രഹങ്ങൾ, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർപ്പ പ്രതിഷ്ഠകൾ, ഈ പിന്നെ കാവുകളുടെ പുനരുജ്ജീവനത്തിൽ ആദ്യം വിശ്വാസപൂർവ്വം നമ്മുടെ കാവ് സർപ്പക്കാവിൻ്റെ പുതിയ ഇതുണ്ടല്ലോ, നമ്പൂതിരി വന്ന് പാമ്പേക്കട നമ്പൂതിരി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഓരോ കൊല്ലവും അതിൻ്റെ ശക്തി വിശ്വാസപ്രകാരം ശക്തി ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതൊന്നും നമുക്ക് യോജിപ്പില്ല, കൃത്യമായിട്ട് ഒരു വിശ്വാസത്തിന്റെ കാര്യമാണ്. പക്ഷേ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നത്, അതിനുള്ള എല്ലാ പച്ചപ്പും മുഴുവൻ മുറിച്ച് ഒരു പച്ചപ്പ് പോലും, കാരണം ഈ കർമ്മം നടക്കുന്ന കണ്ടില്ല, വലിയ കാടുകൾ വെട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബോധ്യം നമ്മുടെ ഈ BMCയും പാരിസ്ഥിതിക ബോധ്യം ഉണ്ടാകുമ്പോൾ ഒരു കാവ് പോലും, കാവിലെ ചടങ്ങുകൾ വേണ്ട, അല്ല തീർച്ചയായും വേണം, പക്ഷേ വിശ്വാസമാണ് ഇത് സംരക്ഷിച്ചത്. പക്ഷെ അതിനോടൊപ്പം ഒരു മരവും വെട്ടാതെ ആയിരിക്കണം ഇത്തരം പിന്നെ കാര്യങ്ങൾ നടത്തേണ്ടത് എന്നതിന് നമ്മൾ വളരെ നിർബന്ധപൂർവമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ മാടായി പാറ ഇത് നോക്കും, മാടായില് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവിടെ വലിയ കെട്ടിട നിർമ്മാണമൊക്കെ മാടായി എല്ലാ സ്ഥലം ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ എത്ര അപൂർവമായ ചെടികളാണ്. മാടായിക്കാവിലുള്ള നമ്മുടെ ഇവിടുത്തെ പാറയിലൊക്കെയുള്ള പ്രാണിയെ തിന്നുന്നൊരു തിയോക്ക് എന്ന് പറയുന്ന റോസിറ എന്ന് പറയുന്ന ചെടിയാണ്, പ്രാണിയിലേക്ക് പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇതും യൂട്യൂബിൽ അറിയാം. ഇതിനെ നീലപ്പൂ, നമ്മുടെ കാക്കാപ്പൂല്ലേ നീലപ്പൂ, അത് ഒരു പ്രാണി പൂജയാണ് നമുക്ക് ആർക്കും അറിയാം. ബ്ലാഡർ ബർഡ് അത് പ്രാണീനെ തിന്നുന്നതാണ്. അതിൽ പെടുന്ന മഞ്ഞപ്പൂള്ള യൂട്യൂബിൽ അറിയാണിത്, നീലപ്പൂള്ളതും അതുപോലെ തന്നെ റൂട്ട് പാരസൈറ്റ് ആയിട്ടുള്ള ഈ ചെടികളൊക്കെ ഇതൊക്കെ നമ്മുടെ കാവിലും പാറയിലും ഒക്കെ ഉണ്ട്. വലിയ കാടാവണമെന്നില്ല, ചെറിയ തരിശായി കിടക്കുന്ന സ്ഥലത്തും ഇത്തരം പല അപൂർവമായ ചെടികളുണ്ട്. ഇത് വെർണോഫോറ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ കാവുകളിൽ അത്യപൂർവമായിട്ട് നമ്മുടെ കമാട കാവിലൊക്കെ ഉള്ള ഒരു ചെടിയാണ്. ഈ ഒരു ചെടി ഇപ്പുറത്തുള്ള ആ വേരുള്ള ചെടി ഉണ്ടല്ലോ, മിരിസ്റ്റിക്ക ആകെ കൂടിയിട്ട് കാസർഗോഡ് ജില്ലയിൽ പണ്ട്, കാസർഗോഡില്ല, കാസർഗോഡ് ഇവിടെ പിന്നെ പറക്കളായിക്ക് അടുത്തുള്ള ഒരു ചിറ്റൂർ കാവുണ്ട്, അവിടെ മാത്രമാണ് ഒരു ചെടി ഉണ്ടായിരുന്നത്. ഏറ്റവും അപൂർവമായ ഒരു ചെടിയാണിത്. പിന്നെ കാശാവ് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ എല്ലാ കാവിലുള്ളതാണ്. പറോട്ടി എന്നാണ് താഴത്തെ പറയാം. ഇപ്പം എങ്ങനെയാണ് പറോട്ടി, നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ആട്ടുംകാൽ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ആട്ടുംകാൽ സൂപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ്. നമ്മൾ പണ്ട് പിന്നെ ബോർഡൊക്കെ വായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഡസ്റ്ററിന് പകരം ഉപയോഗിക്കുന്ന, സ്ലേറ്റ് വായിക്കാൻ ഉപയോഗിക്കുന്ന മഷിത്തണ്ടല്ല, അതൊരു ചെടിയാണിത്. പറോട്ടി എന്നാണ് പറയുക. മഞ്ഞപ്പിത്തത്തിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി പണ്ടേ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ മരങ്ങളിലുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ സാങ്കേതികത്തിലേക്ക് പോകുന്നത് ഒരു സംരക്ഷണം പയ്യേലി മൂകാംബികക്കാവ് ആദ്യമായിട്ട് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഒരു ഹെറിറ്റേജ് സൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ്. പഠനമൊക്കെ നടത്തിയിട്ട് ഹെറിറ്റേജ് സൈറ്റ് ആക്കേണ്ട ഒരു സാധ്യതകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സംഭവിച്ചിട്ടില്ല. പല സ്ഥലത്തും പ്രാദേശികമായി പല എതിർപ്പുകളുണ്ടാകും. അതിന് പല വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം. പക്ഷേ അതിന് കൊടുത്ത ആ പ്രപ്പോസൽ അത് ഉണ്ടാക്കിയത് ഞാനും കൂടിയായിരുന്നു. അപ്പം അതിൽ ആ കാവ് കണ്ടില്ലേ, അതിൻ്റെ കാവിൻ്റെ അടുത്ത വശത്തെ ഈ വശത്തെ അടയാളം, ഇത് അതിർത്തി പുഴയാണ്. നമ്മുടെ കുണിയൻ പുഴയുണ്ടല്ലോ, നമ്മുടെ രക്തസാക്ഷികളുടെ ആ പുഴയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ശൂലാപ്പ് കാവിൽ നിന്നും ഉത്ഭവിച്ചിട്ടൊരു പുഴയാണ്. ആ പുഴയിൽ വെള്ളം കയറുമ്പോൾ ഈ കാവ് മുഴുവൻ മുങ്ങും ഒരു 6-7 മാസം. അതുകൊണ്ട് തന്നെ മിരിസ്റ്റിക്ക സ്രാമ്പ് എന്ന് പറഞ്ഞിട്ട് ചതുപ്പ്
കണ്ടൽക്കാട് അറിയാലോ, നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കണ്ടൽക്കാട് ഉണ്ടാവും. ശുദ്ധജലത്തിലെ ചതുപ്പുകളിൽ മിരിസ്റ്റിക്ക എന്ന് പറയുന്നത് നമ്മുടെ ജാതിക്ക് ഉണ്ടല്ലോ, ജാതിയല്ല വന്യജാതികൾ എന്ന് പറയാം. നമ്മുടെ ജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ജാതി തേക്കാണ് അല്ലെ, ജാതി മരം എന്ന് പറഞ്ഞാൽ തേക്കാണ്. പക്ഷെ നമ്മുടെ നെറ്റ്മക്ക് എന്ന് പറയുന്ന ജാതി മരത്തിന്റെ കാട്ട് ഇനങ്ങളുള്ള ഒരു കാവാണിത്. വളരെ അപൂർവമായ ചെടികളുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സംരക്ഷണത്തിൽ എന്താ, ഈ കാവിന് വെള്ളം പിന്നെ അങ്ങോട്ട് ഒഴുകാണ്ട് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സ്വഭാവം മാറിയിട്ട് നമ്മുടെ സാധാരണ കാട് പോലെയായിട്ട് മാറുന്നു. അങ്ങനെ മാറരുത്, കാരണം നമുക്കത് അപൂർവമായ ഒരു ഇനമാണ്. അപ്പോൾ അവിടെ വെള്ളം ഒഴുകുക. മറ്റൊന്ന്, ഇതിന്റെ ബാക്കി സ്ഥലങ്ങൾ രണ്ടും വയലാണ്. പറ്റുമെങ്കിൽ ആ വയൽ കൂടി ഇതിന്റെ ഭാഗമായി എടുത്തിട്ട് അവിടെ വനവൽക്കരിക്കുക. ഈ പറയുന്ന മിനിസ്റ്റിക്ക സംഭവങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള ഒരു കൺസർവേഷൻ പ്ലോട്ട് അത് ഞാൻ എൻ്റെ വിശുദ്ധവനങ്ങളിൽ അതിന് വിശദമായി കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെ ഈ ഒരു അനക്സിൽ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ആ കാവിൽ ചെയ്യേണ്ടതെന്നൊരു കാര്യം. അപ്പൊ അവിടെയുള്ള ഏറ്റവും ആ വലിയ കാവിൽ ഏറ്റവും അപൂർവമായ ഒരു ചെടിയാണ് കണ്ണൂർ ജില്ലയിൽ ഈ നേരത്തെ പറഞ്ഞ പിന്നെ മിനിസ്റ്റിക്ക ഫാക്ച്വ എന്ന് പറയുന്ന ഈ ഒരു ചെടി. ഒറ്റ ചെടി, അതിന്റെ പ്രത്യേകം വെച്ചാൽ ഒറ്റ മരയേ ഉള്ളൂ. അതൊരു ആൺമരമാണ്. ജാതി നമുക്കറിയാം, ആണും പെണ്ണും വെവ്വേറെയാണ്. അവിടെ ഒറ്റ ആൺമരയേ ഉള്ളൂ. അപ്പൊ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് പോയി. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ആ മരം മുഴുവൻ പോയി. അത്രയും പ്രാധാന്യം നമുക്കതിന് ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ചെയ്ത് ചെയ്യേണ്ട മാത്രമല്ല, അങ്ങനെ പറ്റില്ല ഒരിക്കലും. അപ്പൊ നമുക്ക് ഈ ഒരു ആൺമരം മാത്രമേ എവിടെയുള്ളൂ, ഒരു പെൺമരമില്ലാത്ത ആ കാവിൽ ഒറ്റ മരമാണ്. ഇതിന്റെ പ്രാധാന്യം താഴത്ത് നമ്മുടെ കനിമരം നമ്മുടെ കാവുകളിലൂടെയൊക്കെ ഉള്ളതാണ്. പിന്നെ ആന്റി അറിയാമോ, അതിന് ഒരു തുളയിട്ടിട്ടുണ്ടല്ലോ വലിയ ആ മരത്തിന്റെ കമാടകാവിലൊരു ചിത്രമാണ്. പണ്ട് മരവൂരി എന്ന് പറഞ്ഞിട്ട് വാദത്തിനെയൊക്കെ കിടക്കുന്ന മരവൂരി ഉണ്ടല്ലോ, വൽക്കരം, ഇതിന്റെ തൊലി ചെറിയിട്ട് ചതച്ചിട്ട് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ വാദം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ഈ മരവുരി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ പറയുന്ന ആന്റിയാരിസ് ടോക്സിക്കേറിയ എന്ന് പറയുന്ന മരവുരി മരം എന്ന് പറയുന്ന ഈ മരം. അത് വളരെ അപൂർവമാണ്. നമ്മുടെ ഇവിടുത്തെ ചില കാവുകളിലൊക്കെ ഉണ്ടാവാം. പിന്നെ അതുപോലെ എണ്ണോക്കാക്കസ് എന്ന് പറയുന്നത് മരോട്ടി, പണ്ട് കാർത്തിക വിളക്കിനൊക്കെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് മുറിച്ചിട്ട് അതിനകത്തൊരു തിരിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ ചെറിയ മൺവിളക്ക് പോലെ വിളക്കാക്കി ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ മരോട്ടി എണ്ണയൊക്കെ മരുന്നാണ്. പണ്ട് നമ്മുടെ വിളക്കെണ്ണയായിട്ട് ഉപയോഗിച്ചിരുന്ന മരങ്ങൾ ഒരു ഒണ്ട ഉണ്ടാവും, അതുകൊണ്ടാണ് അതിന് പാലപ്പൂ എന്ന് പേര് വന്നത്. അതും നമ്മുടെ കാട്ടിൽ മാത്രമുള്ള ചെടിയാണ്. ഈ വലതുവശം ഞാൻ പറയുന്നില്ല, മൊരിണ്ട അമ്പലേറ്റ നമ്മുടെ ഇവിടുത്തെ എല്ലാ കാവുകളിലുള്ള ഒരു ചെടിയാണ്. നമ്മുടെ നോനി എന്ന് പറഞ്ഞ വലിയ പഴമില്ല, അതിന്റെ ഒരു വള്ളിയാണ്, അതുപോലത്തെ വള്ളിയാണ്. ഇപ്പോഴത്തെ സാധനങ്ങളാണ് ഡാൽബർഗിയ കൊറിഡ, കൊറിഡ് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ്, കൊറിഡയാണ്. എല്ലാ കാവുകളിലും മിക്കവാറും കാവുകളിലുള്ള ഒരു വള്ളിയാണ്. ഈ വള്ളിയുടെ പ്രത്യേകത വലിയ മുള്ളുണ്ടാവും. കൊത്തിയിട്ട് പണ്ടത്തെ കാലത്ത് മുൾത്തടി എന്ന് പറയുന്നത്, പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈകൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ മുൾത്തടി എന്ന് പറഞ്ഞാൽ ആയുധം ഉണ്ടാക്കിയെന്ന് വേണ്ടി ഇത് കുറിച്ചിട്ട് വലിയ മുള്ളാണ്. ഭയങ്കര മാരകമായ ആയുധമാക്കാം. ആയുധമല്ല, അത് വലിയൊരു വള്ളിയാണ്. എന്തെങ്കിലും കാണിച്ച് പിന്നെ ചേടവള്ളി എന്നൊക്കെ പറയും, ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടാവും. ഒരു നമ്മുടെ കാവുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഔഷധ ചെടികളുണ്ട്.